നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഇലക്ഷൻ ഇന്ന് 4 മണിക്ക് വൈകുന്നേരം പ്രഖ്യാപിക്കുകയാണ്. സാർ, എന്താണ് എൻ്റെ ഒരു ബ്ലൈൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് താങ്കളുടെ ഇന്ന് നാളെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് സാർ? നാളെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ UDF ഒരു ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വളരെ അപകടകരമാവണ്ണം BJP പിന്നെ രാജഗോപാലിന് ശേഷം നിയമസഭയിൽ വരുവാനുള്ള അപകടവും ഞാൻ മുൻകൂട്ടി കാണുന്നു. ഇനിയുള്ള സമയത്ത് മാറ്റങ്ങൾ വരാം. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ UDF തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ വലിയ ഒരു വൻ വിജയത്തിലേക്കാണ് UDF നയി പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസത്തെ എൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ ഒരു അരനൂറ്റാണ്ടിലെ മാധ്യമ പ്രവർത്തനത്തിന്റെയും CPM ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഒരു വിലയിരുത്തൽ, അതിൽ സത്യസന്ധമായ വിലയിരുത്തൽ. അത് ഒരു ആഗ്രഹചിന്തയല്ല. ആഗ്രഹചിന്തയാണെങ്കിൽ ഞാൻ ഇടതുപക്ഷം ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടരുത്, സൂചി കൊത്താനുള്ള ഇടം പോലും കേരളത്തിൽ ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം UDFന് തിരിച്ചു വരുവാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ കാണുന്നത്. അത് ഒന്ന് ചോദിച്ചോട്ടെ സാർ, താങ്കൾ അത് സമ്മതിച്ചു. പക്ഷേ ഞാൻ ഡൽഹിയിലെ മലയാളികളുടെ തന്നെ പലരും പറയായിരുന്നു, ഇടതുപക്ഷം നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഇടതുപക്ഷം ഈ പ്രാവശ്യം മൂന്നാമതും വരും എന്ന് പറയായിരുന്നു. ഒരു 2-3 മാസം മുമ്പ് വരെ ആ പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കേട്ടത് ഒരാൾ മാത്രമാണ് അത് പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു കാരണം, ഒന്നല്ല കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതേ ആൾക്കാർ ഡൽഹിയിലെ ഞങ്ങളുടെ മീഡിയ രംഗത്തെ പലരും കേരള ഇലക്ഷന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഒരു AERലെ ഒരു കറസ്പോണ്ടൻറ്റ്, അദ്ദേഹം റിട്ടയറായി, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾ BJPക്ക് ഒരു സീറ്റ് കൊടുക്കത്തില്ലേ, എന്താണ് നിങ്ങളത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകാനില്ല. ഇപ്പം തൃശ്ശൂർ അവരെ പിടിച്ചു, ലോക്സഭയിലെ മെമ്പറുണ്ട്, നേരത്തെ ശ്രീ രാജഗോപാൽ വന്നിരുന്നു. സർ, ഇപ്പോൾ BJPക്ക് കേരള നിയമസഭയിലെ ഒരു 4-5 അംഗങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ആയോ എന്ന് തോന്നുന്നുണ്ടോ സർ? 4-5 എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. 1-2 എന്നുള്ളതിനോട് ഞാൻ ഒരു പക്ഷെ യോജിക്കും. 4-5 എന്നുള്ളത് അധികം അവരുടെ ശക്തി അധികമായി വിലയിരുത്തലാണെന്ന് തോന്നുന്നു എൻ്റെ കണക്ക്. അത് നേമം വട്ടിയൂർക്കാവിനപ്പുറം ഒരു ത്രികോണ മത്സരത്തിൽ ജയിക്കാനുള്ള വോട്ടുകൾ, ഒറ്റയ്ക്കുള്ള വോട്ടുകൾ, അതാണ് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നു.